ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നൊരു മ്യൂസിക് വൈബിലുള്ള വാൾ ഡെക്കർ ആവാമെന്ന് വിചാരിച്ചു. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. 2 A4 ഷീറ്റ് മതി. A4 ഷീറ്റ് കുറുകെ 1/4 ഭാഗത്തോളം ഒന്ന് മടക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി ആ വലിയ പീസ് എടുത്ത് അതിനെ ഏകദേശം ഒരളവിൽ വെച്ച് ഒന്ന് മടക്കി മടക്കി എടുത്തു കൊടുക്കുക. നമ്മളിതിൽ പിയാനോയുടെ വൈറ്റ് കീ ആണ് ഈ മടക്കി എടുക്കുന്നത്. ശേഷം ഇതൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണം. ഏകദേശം 22 വൈറ്റ് കീ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു A4 ഷീറ്റ് തികയില്ല. നമുക്ക് അടുത്തൊരു A4 ഷീറ്റ് കൂടി എടുത്ത് ആ കട്ട് ചെയ്ത അളവ് വെച്ച് കൊടുത്ത് അതുപോലെ ഒന്ന് മടക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി എന്താ, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ചെറിയ പീസ് ഇതുപോലെ കുറച്ചുകൂടി ചെറിയ അളവിൽ ഒന്ന് മടക്കിയെടുത്ത് കട്ട് ചെയ്യാം. ഇത് പിയാനോയുടെ ബ്ലാക്ക് കീക്ക് വേണ്ടി ആയതുകൊണ്ട് ആദ്യം കട്ട് ചെയ്തതിൻ്റെ അത്രയും വീതി വേണ്ട. ബ്ലാക്ക് കീസ് 15 എണ്ണം മതി. നമുക്കതിന് കറുത്ത പെയിൻറ്റും കൊടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കാം. പകുതി പരിപാടി അവിടെ കഴിഞ്ഞു. ഇനി നമുക്കിത് നൂലിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. പേപ്പറിൻ്റെ അറ്റത്ത് പശ തേച്ച് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നീളം കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. എല്ലാത്തിനും ഒരേ ലെവലിൽ നീളം കറക്റ്റ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് കീ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലാക്ക് കീ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ബ്ലാക്ക് കീ ഒന്നും നമ്മൾ നൂലിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. വൈറ്റ് കീയുടെ മുകളിൽ തന്നെ വെച്ച് ഒന്ന് പശ തേച്ച് കൊടുക്കുക ചെയ്യുന്നത്. കഴിഞ്ഞു, സംഭവം ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളല്ലേ? 2 A4 ഷീറ്റും കറുത്ത പെയിൻറ്റും നൂലും മാത്രം മതിയല്ലോ. ഇനി ഇതേ മ്യൂസിക് വൈബിൽ ഇതിലും സിമ്പിളായിട്ടുള്ളൊരു വാൾ ഡെക്കറും കൂടി നോക്കാം. അതിനുവേണ്ടി ഒരു A4 ഷീറ്റും ഒരു കറുത്ത പെന്നും ഒരു കറുത്ത സ്കെച്ചും മാത്രം മതി. 3 സൈസിൽ ബട്ടർഫ്ലൈസിനെ നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് മ്യൂസിക് നോട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടി ലൈൻസൊക്കെ വരച്ചു കൊടുത്ത് സ്കെച്ച് പെൻ വെച്ച് ആ മ്യൂസിക് നോട്ട് കൂടി വരച്ചു കൊടുക്കാം. പിന്നെ 3 കുഞ്ഞ് ബട്ടർഫ്ലൈസിനെ വരച്ച് സ്കെച്ച് കൊണ്ട് കളറൊക്കെ കൊടുത്ത് അതുകൂടി ആ പശ വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബട്ടർഫ്ലൈയുടെ ചിറകൊക്കെ ഒന്ന് വിടർന്നിരിക്കാൻ ഒന്ന് മടക്കിയൊക്കെ കൊടുക്കുക. മതി, സിമ്പിളായിട്ടുള്ളൊരു വാൾ ഡെക്കർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഭിത്തിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ 2 ഷെയ്ഡുള്ള ഭിത്തിയിൽ ഒട്ടിച്ചു നോക്കി. ഏതാണ് കൂടുതൽ നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല, ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പിന്നെ എന്തായാലും ഈ വാൾ ഡെക്കർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടമുള്ളവർക്കും കൂടെ ഷെയർ ചെയ്തോ.